വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ്സുകൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. നിങ്ങളുടെ കമൻറ്റിലൂടെയും ഒക്കെ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും തുടർന്നുള്ള വീഡിയോകളിലും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ HSST കോമേഴ്സിൻ്റെ ക്ലാസ്സുകളും അതുപോലെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകളുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ആണ് നമ്മൾ പഠിച്ചത്. ഇന്നുള്ള വീഡിയോയിലും ബേസിക് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ മുടങ്ങാതെ തന്നെ കാണുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Today we are studying what is mean by account. An account is a summary of business transactions for a particular period of time. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് ട്രാൻസാക്ഷൻസ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സമ്മറിയാണ് നമ്മൾ അക്കൗണ്ട് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. All transactions relating to an asset will be recorded in that asset account. All transactions relating to a person will be recorded in person's account, etc. Thus, account is a separate record for each individual item in order to prepare financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അക്കൗണ്ടിൽ എന്ത് ഡീറ്റെയിൽസ് ആണ് ഉണ്ടായിരിക്കുന്നത്? നമ്മൾ ഡെയിലി നടത്തുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് അക്കൗണ്ടിൽ നമ്മൾ കാണുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. ഫസ്റ്റ് വൺ ഈസ് റിയൽ അക്കൗണ്ട്. ദീസ് ആർ ദ അക്കൗണ്ട്സ് ഓഫ് അസെറ്റ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ബിസിനസ്. അസറ്റിൻ്റെയോ പ്രോപ്പർട്ടിയുടെയോ അക്കൗണ്ടാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട്, ഇതെല്ലാം റിയൽ അക്കൗണ്ട്. നെക്സ്റ്റ് ഈസ് പേഴ്സണൽ അക്കൗണ്ട്. ദീസ് ആർ ദ അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു പേഴ്സൺസ് വിത്ത് ഹൂം ബിസിനസ് ഡീൽസ്. പേഴ്സണൽ അക്കൗണ്ട്സ് മേ ബി ഓഫ് ദ ഫോളോയിങ് 3 types: natural persons account, artificial persons account, and representative persons account. Personal accounts relating to persons. First one is natural persons account. These are accounts of human beings. Examples: Midun's account, Joseph's account. Thus, a person's name. In a person's name, this type of account is known as natural persons account. Then artificial persons account. These are the accounts of artificial persons created by law. Examples include firm's account, company's account, etc. These are created by law. So this type of accounts is known as artificial persons account. Then representative persons account. An account indirectly representing a person or persons is known as representative persons account. That is outstanding expense account, prepaid expense account. These are the account indirectly representing a person. ഇൻഡയറക്റ്റ്ലി ഇതൊരു പേഴ്സണെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അക്കൗണ്ടിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആഫ്റ്റർ റിയൽ അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് ഈസ് നോമിനൽ അക്കൗണ്ട്. അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ഇൻകം, റവന്യൂ, ഗെയിൻ, എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആർ കോൾഡ് നോമിനൽ അക്കൗണ്ട്. ഇവിടെ നമ്മൾ ഇൻകം, എക്സ്പെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. ദീസ് ആർ ഓൾസോ നോൺ ആസ് ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്സ്. Rent account, salaries account, wages account, discount account, commission account, depreciation account, all are examples of nominal accounts. Then we can see the rules of accounting. That is, in the case of real account, the real account, what comes in business is debited and what goes out of is credited. That is, debit what is coming in, credit what is going out. That is the rule of real account. എന്താണ് നമുക്ക് വന്നു ചേരുന്നത്, നമുക്ക് എന്താണ് കിട്ടുന്നത്, അത് ഡെബിറ്റ് ചെയ്യും, നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത് ക്രെഡിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് റിയൽ അക്കൗണ്ട്. ദെൻ പേഴ്സണൽ അക്കൗണ്ട്. ഇൻ കേസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട്, ഹൂ റിസീവ്സ് ദ ബെനിഫിറ്റ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഹൂ ഗീവ്സ് ദ ബെനിഫിറ്റ് ഈസ് ക്രെഡിറ്റഡ്. ദാറ്റ് ഈസ് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. വാട്ട് ഈസ് ദ റൂൾ ഓഫ് നോമിനൽ അക്കൗണ്ട്? In case of nominal account, all expenses and losses are debited and all incomes and gains are credited. That is, debit all expenses and losses, credit all income and gain.
എക്സ്പെൻസസ് ആൻഡ് ലോസസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഇൻകം ആൻഡ് ഗെയിൻസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ദീസ് ആർ ദ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരാൾക്ക്, ആദ്യമായിട്ട് അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് classification or types of account. Firstly, what is an account, then classification or types of account, and rules of account. These rules are known as golden rule of accounting. എന്തുകൊണ്ടാണ് നമ്മൾ ഈ റൂൾസിനെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്? കാരണം വിത്തൗട്ട് ദിസ് റൂൾ വി കനോട്ട് ഓപ്പറേറ്റ് ദ അക്കൗണ്ടിങ്, അല്ലേ? അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ റൂൾ അനുസരിച്ചാണ് നമ്മൾ അക്കൗണ്ട്സ് എപ്പോഴും ചെയ്യുന്നത്. വി ആർ ഓൾവേസ് ഡൂയിങ് അക്കൗണ്ട്സ് വിത്ത് ദിസ് ഗോൾഡൻ റൂൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്